ഫീൽഡ് സർവേയുടെ ഭാഗമായി നടൻ മധുവിന്റെ വീട്ടിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ നേരിട്ടെത്തി. വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രക്രിയ നടക്കുകയാണ്. ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ പരാതികളുള്ള ഈ സമയത്ത് ഈ പുതിയ ഫോമിൽ എല്ലാവരും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായിരിക്കും. ആ ക്രിയയിൽ വോട്ടുള്ള എല്ലാവരും പങ്കെടുക്കേണ്ടത് ഒരു ആവശ്യമാണ്, ചെയ്യേണ്ടതൊരു കടമയാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് മുതിർന്നവരോടാണ്. അവർക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ലാത്ത പോലെ അവർക്കൊന്നും ചെയ്യാനില്ലാത്ത ഭാവമുള്ള കുറേ പേരെങ്കിലും ഉണ്ട്. അവരോടും ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഈ പ്രക്രിയയിൽ പങ്കെടുക്കണം, സഹകരിക്കണം. നാട്ടിന് നല്ലതാണ്, നമുക്ക് നല്ലതാണ്. MT പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇന്നിപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മൾ രാവിലെ മുതൽ തന്നെ വാർത്തകൾ നൽകുന്നുണ്ടായിരുന്നു. പ്രമുഖരുടെ വീടുകളിലേക്കൊക്കെ കളക്ടർമാർ നേരിട്ടെത്തുന്നു എന്നുള്ളത്. ഇപ്പോൾ ശ്രീ മധുവിന്റെ വീട്ടിലേക്ക് രത്തൻ യു ഖേൽക്കർ നേരിട്ടെത്തി. അദ്ദേഹം അതിന്റെ പ്രാധാന്യമൊക്കെ പറയുകയായിരുന്നു. ഈ BLOമാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു മാസം അവർ ഈ ജോലിയിലായിരിക്കും. അവർ പ്രത്യേക ഡ്യൂട്ടി എന്ന തരത്തിലേക്ക് അത് ക്രമീകരിച്ച് നൽകിയിട്ടുമുണ്ട്. എത്രത്തോളം പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളാണ് വരുന്ന ഒരു മാസത്തിനുള്ളിൽ നടക്കുന്നത്? അനുജ, വോട്ടർ പട്ടിക ശുദ്ധീകരണ നടപടികളുമായി ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. ഇതിനോടകം തന്നെ ഇന്യൂമറേഷൻ ഫോം വീടുകളിലെത്തി നൽകുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ നേരത്തെ ചുമതലപ്പെടുത്തിയ BLOമാരാണ് ഓരോ വീടുകളിലും എത്തി എന്യൂമറേഷൻ ഫോം നൽകുന്നത്. ഒരു വീട്ടിൽ 3 തവണ BLOമാർ എത്തും. അങ്ങനെ എത്തണമെന്നതാണ് നിർദ്ദേശം. ഏതെങ്കിലും ഒരു തവണ BLOമാർ വീട്ടിലെത്തുമ്പോൾ വീട്ടുടമസ്ഥർ അവിടെ ഇല്ല എങ്കിൽ വീണ്ടും 2 തവണ കൂടി വീട്ടിലെത്തി അത് ഉറപ്പാക്കണം എന്നതാണ് പ്രധാനമായും നിർദ്ദേശിക്കുന്നത്. ഒപ്പം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള എന്യൂമറേഷൻ ഫോം നൽകും. ആ നൽകുന്ന ഫോം പൂരിപ്പിച്ച് ഈ ഓരോരുത്തരും തിരികെ നൽകണം. വളരെ ലളിതമായ രീതിയിലാണ് ഈ ഫോം പൂരിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രമീകരണം, ആ ഒരു മാതൃകയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ വരുന്ന ഒരു മാസം ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തുള്ള നടപടിക്രമങ്ങളായിരിക്കും നടക്കുന്നത്. ഈ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ BLOമാരാണ് ഇതിൽ പ്രധാനമായും ഇതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഓരോ വീടുകളിലും എത്തിയാണ് വരുന്ന ഒരു മാസക്കാലം ഇത് കൃത്യമായി പരിശോധിക്കുകയും ആ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ കൃത്യമായി അവർക്ക് വോട്ടുണ്ടോ എന്നുള്ള ഉറപ്പാക്കുന്ന നടപടികൾ പൂർത്തിയാക്കുന്നത്. പിന്നീട് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതാണ്. ഓരോ മണ്ഡലത്തിലും ചുമതലപ്പെടുത്തിയിരിക്കുന്ന EROമാരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കരട് വോട്ടർ പട്ടിക പരിഷ്കരിക്കുക. അതിനുശേഷം അന്തിമ വോട്ടർ പട്ടിക പരിഷ്കരിക്കും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും പരിഹരിച്ച് സുതാര്യമായി മുന്നോട്ട് പോകും എന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ അറിയിച്ചിരിക്കുന്നത്. വലിയ എതിർപ്പ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. നാളെ ഇതുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗം ഉൾപ്പെടെ നടക്കാനിരിക്കുന്നുണ്ട്. വലിയ എതിർപ്പ് ഈ സർവകക്ഷി യോഗത്തിലും ഭരണ പ്രതിപക്ഷം പങ്കുവയ്ക്കുമെന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഓരോ ആഴ്ചയിലും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ച് കൃത്യമായി ഈ നടപടികൾ വിശദീകരിക്കും. ഒപ്പം 2002 വോട്ടർ പട്ടിക ഉൾപ്പെടെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറുമെന്നതാണ് ഇപ്പോൾ രത്തൻ ഖേൽക്കർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ പരാതികൾ ഇല്ലാതെ വളരെ സുതാര്യമായ രീതിയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കാൻ കഴിയും എന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നത്. അനുജ, SIR നടപടിക്രമങ്ങൾ കേരളത്തിലും തുടങ്ങി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.